13 വർഷം ജോസഫ് വെയിറ്റ് ചെയ്തു. ഞാൻ അതിനകത്ത് മോശയുടെ ചരിത്രത്തിലേക്ക് പോയാൽ ഒത്തിരി സമയം എടുക്കുമെന്ന് എനിക്കറിയാം. അബ്രഹാമിൻ്റെ ചരിത്രം നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. എന്നാൽ ജോസഫിൻ്റെ ആ ചരിത്രം എന്ന് പറയാം. ഈ ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിനകത്ത്, ഉൽപ്പത്തി 37-ന്റെ 2-ാം വാക്യത്തിനകത്ത് യാക്കോബിൻ്റെ വംശപാരമ്പര്യത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. യോസഫിനെ കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ടെന്ന് വായിക്കാമോ? യാക്കോബിന്റെ വംശപാരമ്പര്യം എന്തെന്നാൽ യോസെഫിന് 17 വയസ്സായപ്പോൾ യോസഫിന് 17 വയസ്സായപ്പോൾ അപ്പോൾ ഈ 17-ാമത്തെ വയസ്സിലാണ് ജോസഫ് ഈ സ്വപ്നം കാണുന്നത്. ഈ 17-ാമത്തെ വയസ്സിലാണ് ഈ സ്വപ്നം സഹോദരന്മാരോട് ജോസഫ് പങ്കുവയ്ക്കുന്നത്. എന്നാൽ ജോസഫിന്റെ 18-ാമത്തെ വയസ്സിലാണ് പൊത്തീഫറിന്റെ ഭാര്യ തനിക്കെതിരെ അപവാദം പറയുകയും താൻ ചെയ്യാത്തത് ചെയ്തെന്നും താൻ പ്രവർത്തിക്കാത്തത് പ്രവർത്തിച്ചെന്നും വിളംബരം ചെയ്യുകയും ആ പൊത്തീഫർ ജോസഫിനെ കാരാഗൃഹത്തിൽ അടയ്ക്കുകയും ചെയ്തത്. ഹല്ലേലൂയ. ജോസഫിന്റെ അടുത്ത 12 വർഷങ്ങൾ കാരാഗൃഹത്തിലായിരുന്നു. 10 to 12 years കാരാഗൃഹത്തിലായിരുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകം 41-ാം അധ്യായത്തിൻ്റെ 46-ാമത്തെ വാക്യത്തിലാണ് ജോസഫ് ഒരു ഭരണാധികാരിയായി, ഭരണകർത്താവായി വരുന്ന ഭാഗം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഉൽപ്പത്തി 41-ന്റെ 46-ാം വാക്യത്തിൽ ജോസഫ് മിസ്രയീം രാജാവായ ഫറവോന്റെ മുൻപാകെ നിൽക്കുമ്പോൾ അവന് 30 വയസ്സായിരുന്നു. അപ്പോൾ ഫറവോന്റെ മുൻപിൽ ഒരു അധികാരിയായി, ഒരു ഗവർണറായി, ആ സിംഹാസനത്തിൽ ആ രാജ്യത്തെ നയിക്കുന്ന ഒരു നായകനായി ജോസഫ് വരുമ്പോൾ അവന് 30 വയസ്സായിരുന്നു. അപ്പോൾ 17-ാമത്തെ വയസ്സിൽ താൻ കണ്ട ഡ്രീം, ദൈവം തന്നെ കാണിച്ച സ്വപ്നം നിറവേറാൻ 13 വർഷം കാത്തിരുന്നു. ഈ 13 വർഷത്തിൽ 10 മുതൽ 12 വർഷം വരെ ജോസഫ് കാരാഗൃഹത്തിലായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്നവരെ, കേൾക്കാൻ വളരെ രസമുണ്ടെന്ന് എനിക്കറിയാം, കേൾക്കാൻ വളരെ സന്തോഷമുണ്ടെന്ന് എനിക്കറിയാം. ഒരു ബിരിയാണി ഓർഡർ ചെയ്തിട്ട് ആ ഹോട്ടലുകാരൻ, റെസ്റ്റോറൻറ്റുകാരൻ അത് കൊണ്ടുതരാൻ 15 മിനിറ്റ് ലേറ്റായപ്പോൾ പാത്രം വെച്ചിട്ട് എഴുന്നേറ്റ് പോയ ആളുകളാണ് ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ 20 വർഷത്തെ കണക്കും 16 വർഷത്തെ കണക്കും 12 വർഷത്തെ കണക്കും ഒക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു അരമണിക്കൂർ പോലും ചില കാര്യങ്ങൾക്കകത്ത് ക്ഷമയില്ലാത്ത, സഹിഷ്ണുതയില്ലാത്തവരായിരിക്കും ഒരുപക്ഷെ ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കേൾക്കാൻ ഞാനതാ പറഞ്ഞ് കടന്നു പോകണം. എല്ലാം നമ്മൾ കടന്നു പോകുമ്പോഴാണ് ദൈവം ആരാണെന്നും ദൈവത്തിൻ്റെ പ്രവൃത്തി എന്താണെന്നും മനസ്സിലാകുന്നത്. ചണ്ടിക്കൂമ്പാരത്തിൻ്റെ മുകളിൽ അടിച്ചു കൂട്ടിക്കൊണ്ട് എറിഞ്ഞു കളഞ്ഞവൻ എഴുന്നേറ്റ് പോയി അത്ഭുതങ്ങളെ ചെയ്യുമ്പോഴാണ് അതിൻ്റെ മഹത്വം എന്നാന്ന് അറിയുന്നത്. ഹല്ലേലൂയ. ജോബിന്റെ ലൈഫിലേക്ക് നമ്മൾ നോക്കുമ്പോൾ യോബിന്റെ പുസ്തകത്തിനകത്ത് ഈ 2-ാം അധ്യായത്തിന്റെ 11, 12, 13 വാക്യങ്ങളിൽ 11, 12, 13 വാക്യങ്ങളിൽ എഴുതിയിട്ടുണ്ട്. ഒന്ന് വായിക്കാമോ? അനന്തരം തേമാനിയായ എലിഫസ്, ശൂഹിനായ ബിൽദാദ്, നയമാഥിനായ സോഫർ എന്നിങ്ങനെ യോബിന്റെ 3 സ്നേഹിതന്മാർ ഈ അനർത്ഥമൊക്കെയും അവൻ അനുഭവിച്ചത് കേട്ടപ്പോൾ അവർ ഓരോരുത്തൻ താന്താന്റെ സ്ഥലത്ത് നിന്ന് പുറപ്പെട്ട് അവനോട് സഹതപിക്കുവാനും അവനെ ആശ്വസിപ്പിക്കുവാനും പോകണമെന്ന് തമ്മിൽ പറഞ്ഞൊത്തു. അവർ അകലെ വെച്ച് നോക്കിയപ്പോൾ അവനെ തിരിച്ചറിഞ്ഞില്ല. അവർ ഉറക്ക കരഞ്ഞ് വസ്ത്രം കീറി പൊടിവാരി മേലോട്ട് തലയിൽ വിതറി. അവന്റെ വ്യസനം അതികഠിനമെന്ന് കണ്ടിട്ട് അവർ ആരും ഒരു വാക്കും മിണ്ടാതെ 7 രാപ്പകൽ അവനോടുകൂടെ നിലത്ത് ഇരുന്നു. അനന്തരം യോബ് വായ് തുറന്ന് തന്റെ ജന്മദിവസത്തെ ശപിച്ചു. ശരിക്കും പറഞ്ഞാൽ എന്തിനാണ് ഇങ്ങനെ ജനിച്ചതെന്ന് പോലും ജോബിന് പറയേണ്ടതായിട്ട് വന്നു. കാരണം കൂട്ടുകാരുടെ നിശബ്ദത, ദൈവത്തിൻ്റെ നിശബ്ദത ജോബിനെ വല്ലാതെ നിരാശപ്പെടുത്തി. ജോബിന്റെ പുസ്തകം 13-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ വരുമ്പോൾ യോബിന്റെ സ്വന്തം ഭാര്യ ജോബിനെതിരെ തിരിയുന്ന നമുക്ക് കാണാം. 13, 14 വാക്യങ്ങളൊന്ന് നോക്കാമോ? നിങ്ങൾ മിണ്ടാതിരിപ്പീൻ, ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, പിന്നെ എനിക്ക് വരുന്നത് വരട്ടെ. ഞാൻ എൻ്റെ മാംസത്തെ പല്ലുകൊണ്ട് കടിച്ചു പിടിക്കുന്നതും എൻ്റെ ജീവനെ ഉപേക്ഷിച്ചു കളയുന്നതും എന്തിന്? കാരണം അതിന്റെ 11, 12 വാക്യങ്ങളിൽ ജോബിന്റെ ഭാര്യ ജോബിനോട് പറയുന്നുണ്ട്,
നിങ്ങൾ എന്തിനാണ് ജീവിക്കുന്നത്? നിങ്ങൾ മരിക്കുന്നതായിരിക്കും നല്ലത്, നിങ്ങൾ ആത്മഹത്യ ചെയ്യുന്നതായിരിക്കും നല്ലത് എന്ന് ജോബിന്റെ ഭാര്യ ജോബിനോട് ചോദിക്കുന്നുണ്ട്. അവിടെയാണ് ജോബ് പറയുന്നത് 15-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അവൻ എന്നെ കൊന്നാലും, അല്ലേ? 15-ാം വാക്യത്തിലല്ലേ, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും, ഞാൻ എൻ്റെ നടപ്പ് അവന്റെ മുമ്പിൽ തെളിയിക്കും, ഞാൻ ഒരിക്കലും ദൈവത്തെ കുറ്റം പറയില്ല, ദൈവവചനത്തെ തള്ളിപ്പറയില്ല, എന്റെ പ്രാർത്ഥന ഞാൻ നിർത്തില്ല, എന്റെ ആരാധന ഞാൻ നിർത്തില്ല, എന്റെ ദൈവത്തോടുള്ള ബന്ധം ഞാൻ ഉപേക്ഷിക്കില്ല. സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളിൽ, സാഹചര്യങ്ങളുടെ മധ്യയിൽ ഇട്ടെറിഞ്ഞിട്ട് പോകാനുള്ളതല്ല, കളഞ്ഞിട്ട് പോകാനുള്ളതല്ല, വിട്ടിട്ട് പോകാനുള്ളതല്ല. ദൈവവും ദൈവവചനവും ദൈവത്തിന്റെ സാന്നിധ്യവും എന്റെ അവസാനത്തെ ശ്വാസം വരെയും ഞാൻ ഈ വിശ്വാസത്തെ മുറുകെ പിടിക്കും, എന്റെ കർത്താവിന്റെ വചനത്തിൽ ഉറച്ചു നിൽക്കും എന്ന് വിശ്വസിക്കുന്നവർ കർത്താവിന് ഒരു ആമീൻ പറയാൻ കഴിയുമോ? അതുകൊണ്ട് എന്ത് സംഭവിച്ചത് നമുക്കറിയാം. ജോബിനോട് ചുഴലിക്കാറ്റിൽ യഹോവ സംസാരിക്കാൻ തുടങ്ങി. ഒരു ചുഴലിക്കാറ്റ് വെളിപ്പെട്ടിട്ട് യോബിന്റെ പുസ്തകം 38, 39, 40 അധ്യായങ്ങൾ നിങ്ങൾ വായിക്കണം. ദൈവം ജോബിനോട് സംസാരിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ജോബിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടത് മുഴുവൻ ദൈവം തിരിച്ചു കൊടുത്തു. ഈ ദാവീദിനെ ദൈവം ശമൂവേലിലൂടെ അഭിഷേകം ചെയ്തതിന് ശേഷം ദാവീദ് രാജാവിൻ്റെ സിംഹാസനത്തിൽ വരാൻ 13 വർഷം കാത്തിരുന്നു. 13 വർഷം ദാവീദ് കാത്തിരുന്നു. ജോബ് ദീർഘവർഷങ്ങൾ കാത്തിരുന്നു. മോശ 40 വർഷം കാത്തിരുന്നു. അബ്രഹാം 25 വർഷം കാത്തിരുന്നു, അല്ലേ? ഈ കാത്തിരിപ്പിൻ്റെ ഇടയിൽ, ഈ സിംഹാസനത്തിലേക്ക് വരേണ്ട കാത്തിരിപ്പിൻ്റെ ഇടയിൽ ഈ ദാവീദ് എന്തെല്ലാം കാര്യങ്ങളെ നേരിട്ടു. കരടിയെ നേരിട്ടു, സിംഹത്തെ നേരിട്ടു, ഗോലിയാത്തിനെ നേരിട്ടു, ശൗലിനെ നേരിട്ടു. എല്ലാ ദിവസവും പുള്ളിക്ക് യുദ്ധമായിരുന്നു. പക്ഷേ ആ യുദ്ധങ്ങളുടെ എല്ലാം നടുവിൽ യഹോവ ദാവീദിന് ജയം കൊടുത്തു. ദാവീദ് തന്റെ ദൈവമായ യഹോവയിൽ തന്നെ താൻ ബലപ്പെട്ടു. പ്രിയമക്കളെ, ദാവീദിനെ പോലെ നിങ്ങൾ കാത്തിരിക്കുന്നവരാണോ? മോശയെ പോലെ നിങ്ങൾ കാത്തിരിക്കുന്നവരാണോ? നോഹയെ പോലെ നിങ്ങൾ കാത്തിരിക്കുന്നവരാണോ? അബ്രഹാമിനെ പോലെ നിങ്ങൾ കാത്തിരിക്കുന്നവരാണോ? എലിസബത്തിനെയും സക്കറിയാവിനെയും പോലെ കാത്തിരിക്കുന്നവരാണോ? നിങ്ങൾക്കറിയാമോ, 30 വർഷം പിതാവ് തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്യുവാൻ, ആ വാഗ്ദത്തത്തിലേക്ക്, ആ പ്രവൃത്തിയിലേക്ക് പ്രവേശിക്കാൻ 30 വർഷം യേശു കർത്താവ് കാത്തിരുന്നു. മറിയം യേശുവിനെ കുറിച്ച് കേട്ട വാഗ്ദത്തം, യേശുവിനെ കുറിച്ച് കേട്ട വാഗ്ദത്തം അതിന്റെ പൂർണ്ണതയിൽ മറിയത്തിന് കാണാൻ 33.5 വർഷം മറിയം കാത്തിരുന്നു. ഹന്ന ദൈവസന്നിധിയിൽ കാത്തിരുന്നു. എലിസബത്തും സക്രിയാവും പ്രാർത്ഥനയോടെ തലമുറയ്ക്കായി കാത്തിരുന്നു. ഇതിലെല്ലാം ഉപരിയായിട്ട് ഒരു വാക്ക് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കട്ടെ എൻ്റെ പ്രിയമുള്ളവർക്ക് വേണ്ടിയിട്ട്. അബ്രഹാം കാത്തിരുന്നതും, സാറ കാത്തിരുന്നതും, മോശ കാത്തിരുന്നതും, നോഹ കാത്തിരുന്നതും, ദാവീദ് ദൈവത്തെ കാത്തിരുന്നതും, യോബ് ദൈവത്തെ കാത്തിരുന്നതും, യേശു കർത്താവ് 30 വർഷം പിതാവിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരുന്നതും, മറിയവും ഹന്നയും എലിസബത്തും ഒക്കെ കാത്തിരുന്നതിനേക്കാൾ അപ്പുറമായി വേറൊരു കാത്തിരിപ്പ് ഇപ്പോൾ നടക്കുന്നുണ്ട്. വേറൊരാൾ കാത്തിരിക്കുന്നുണ്ട്, വെയിറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ പലരും നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടികൾ വെയിറ്റ് ചെയ്യുകയാണ്. നിങ്ങളിൽ പലരും ഇന്ന് രാത്രി നിങ്ങളുടെ സൗഖ്യത്തെ, നിങ്ങളുടെ വിടുതലിനെ, നിങ്ങളുടെ ജീവിതാനുഗ്രഹങ്ങളെ വെയിറ്റ് ചെയ്യുകയാണ്. പക്ഷെ വേറൊരു കാത്തിരിപ്പ് ഒരു സ്ഥലത്ത് നടക്കുന്നുണ്ട്. അത് പത്രോസിന്റെ ലേഖനത്തിലാണ് പത്രോസ് പറയുന്നത്. 2 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിനകത്ത് പത്രോസിന് പരിശുദ്ധാത്മാവിൽ വെളിപ്പെടുത്തുകയാണ്, ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിക്കാൻ താമസിക്കുകയില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് ദീർഘക്ഷമ കാണിക്കുന്നേ ഉള്ളൂ. ഇവിടെ അനേകർ കാത്തിരിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ കേട്ടു. എന്നാൽ നിങ്ങൾക്കൊരു സത്യം അറിയുമോ പ്രിയപ്പെട്ടവരെ? യേശു കർത്താവ്, ജീവനുള്ള ദൈവം, മനസ്സാന്തരപ്പെടാത്ത നിങ്ങളെ, ഇതുവരെ അവനെ രക്ഷകനായി സ്വീകരിക്കാത്ത നിങ്ങളെ,
പാപവഴിയിൽ ജീവിക്കുന്ന, ലോകവഴിയിൽ ജീവിക്കുന്ന നിങ്ങളെ കാത്തിരിക്കുകയാണ്. ജീസസ് ക്രൈസ്റ്റ് ഓൾമൈറ്റി ലോർഡ് ഈസ് വെയിറ്റിംഗ് for you, my brother and sister. He is waiting for you. Amen. He is waiting for you. Amen. ആ ഇളയ മകൻ, വീട് വിട്ടുപോയ മകനില്ലേ, അപ്പന്റെ നന്മകൾ മുഴുവൻ കൊണ്ടുപോയി ദൂർത്തടിച്ച് തകർന്നുപോയ ആ ചെറുപ്പക്കാരന്റെ മടങ്ങി വരവിന് വേണ്ടി പിതാവ് കാത്തിരുന്നത് പോലെ നിങ്ങളെ കാത്തിരിക്കുന്നു. എന്താ യേശു വരാഞ്ഞേ? കർത്താവിന്റെ വരവ് എന്താ ഡിലേ ആകുന്നേ? ചിലരും കൂടെ മനസ്സാന്തരപ്പെടാൻ, ചിലരും കൂടെ മടങ്ങി വരാൻ. ഞാനിങ്ങനെ ചിന്തിക്കും ചിലപ്പോഴൊക്കെ, കർത്താവെ, നീ ഒരു 24 വർഷം മുമ്പ് വന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ നിന്റെ സന്നിധിയിൽ കാണത്തില്ലായിരുന്നു. കഴിഞ്ഞ വർഷം രക്ഷിക്കപ്പെട്ട, കഴിഞ്ഞ വർഷം യേശുവിലേക്ക് വന്ന പ്രിയ മക്കൾക്ക് പറയാൻ കഴിയില്ലേ, അതിന് മുൻപിലത്തെ വർഷം യേശു വന്നിരുന്നെങ്കിൽ എനിക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു. എല്ലാവരും മനസ്സാന്തരപ്പെടാൻ അവൻ ആഗ്രഹിക്കുന്നു. ആരും നശിച്ചു പോകാതിരിക്കാൻ എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഭർത്താവ് നശിച്ചു പോകാൻ എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ കുടുംബം, നിങ്ങൾ നശിച്ചു പോകാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. സ്നേഹത്തോടെ പാട്ടുകാരൻ പാടിയതുപോലെ രക്ഷിതാവ് സ്നേഹത്തോടെ കാത്തിരിക്കുന്നല്ലോ. ഭയം വേണ്ട, ശങ്കിക്കേണ്ട, വാവങ്കൽ നീ ഇന്ന് എന്ന് പാടുന്നത് പോലെ ഇന്ന് രാത്രിയിൽ ദൈവം നിങ്ങളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ. ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഒന്ന് വരാൻ, അവൻ്റെ സന്നിധിയിൽ സമയം ചെലവഴിക്കാൻ, പ്രാർത്ഥിക്കാൻ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാവോ? ദൈവം നിങ്ങളെ വെയിറ്റ് ചെയ്യുകയാണ്. വിട്ടുകളയേണ്ടതിനെയൊക്കെ ഒന്ന് വിട്ടുകളയാമോ? ഉപേക്ഷിക്കേണ്ടതിനെയൊക്കെ ഒന്ന് ഉപേക്ഷിക്കാമോ? മടങ്ങി വരേണ്ടടുത്തുനിന്ന് മടങ്ങി വരാമോ? മാനസാന്തരപ്പെടേണ്ട മേഖലകളിൽ ഒന്ന് മാനസാന്തരപ്പെടാമോ? ചിലരും കൂടെ മാനസാന്തരപ്പെടുവാൻ അവൻ ആരും നശിച്ചു, എനിക്ക് ആ വാക്ക് ഭയങ്കര ഹാർട്ട് ടച്ചിങ്, ആരും നശിച്ചു പോകരുത്, ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടത് അവനെ നൽകുവാൻ തക്കവണ്ണം പിതാവായ ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചു. ഇന്ന് രാത്രിയിൽ നിങ്ങളെ യേശു വിളിക്കുകയാണ്. കർത്താവ് നിങ്ങളെ വിളിക്കുകയാണ്, പ്രാർത്ഥനയ്ക്കായി വിളിക്കുകയാണ്. യേശുവിനോടൊന്ന് പറഞ്ഞ്, കർത്താവെ, ഞാൻ നിന്റെ സന്നിധിയിൽ പല വിഷയങ്ങൾക്കായി കാത്തിരിക്കുന്നുണ്ട്, പല വിടുതലുകൾക്കായി കാത്തിരിക്കുന്നുണ്ട്, പല മറുപടികൾക്കായി കാത്തിരിക്കുന്നുണ്ട്. പക്ഷെ അതിലെല്ലാം അപ്പുറമായിട്ട് മറുഭാഗത്ത് അപ്പാ നീ എന്നെ വെയിറ്റ് ചെയ്യുകയാണ്. ആ ഹോരേബിന്റെ പർവ്വത മുകളിൽ മോശയെ കാത്തു നിന്ന യഹോവ, മോശ ഹോരേബിന്റെ പർവ്വത മുകളിൽ നടന്നെടുക്കുമ്പോൾ മോശ അവിടെ വരുന്നതിന് മുൻപേ മോശയെ വെയിറ്റ് ചെയ്ത് ദൈവം അവിടെ നിൽക്കുകയാണ്. ആ കാഴ്ച എത്ര പേര് രാത്രിയിൽ ആത്മാവിൽ കാണുന്നുണ്ട്? പ്രാർത്ഥനയുടെ പർവ്വതത്തിലേക്കൊന്ന് ഓടിക്കയറാൻ, വിശുദ്ധിയുടെ പർവ്വതത്തിലേക്കൊന്ന് ഓടിക്കയറാൻ, ദൈവ സാന്നിധ്യത്തിലേക്കൊന്ന് കടന്നു വരാൻ എത്ര പ്രിയപ്പെട്ടവർ തയ്യാറാണ്? ഭയം വേണ്ട, ശങ്കിക്കേണ്ട. വിശുദ്ധ ബൈബിൾ നമുക്ക് തരുന്ന ഒരു ഉറപ്പുണ്ട്, ഏതു സമയത്തും കൃപ ലഭിക്കേണ്ടതിന്, ഏതു സമയത്തും കൃപ ലഭിക്കേണ്ടതിന് കൃപാസനത്തിനരികിലേക്ക് നിങ്ങൾക്ക് ഓടി വരാൻ കഴിയും. അതിനകത്ത് ഈ ലോകത്തിലെ മതമോ ജാതിയോ ഒന്നുമില്ല പ്രിയപ്പെട്ടവരെ. തൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടുവാനിടയാകും. വിശ്വാസത്തോടെ, പ്രാർത്ഥനയോടെ യേശുവേ എന്നൊന്ന് വിളിച്ചേ.